നമസ്കാരം. ഇറാന്റെ ആണവ നിലയങ്ങളിൽ തീഗോളം തീർത്ത ട്രംപിന്റെ മിസൈൽ. യുദ്ധത്തിന് തുടക്കം കുറിച്ച് ട്രംപിന്റെ കൊലയാളി ഡ്രോണുകൾ. ഇസ്രായേലിലെ അമേരിക്കൻ പൗരന്മാർക്ക് ട്രംപിന്റെ കർശന നിർദ്ദേശം വന്നിരിക്കുന്നു. പ്രാണരക്ഷാർത്ഥം എംബസി പൂട്ടിക്കൊണ്ട് ബ്രിട്ടൻ പോകുന്നു. ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കാൻ ട്രംപിന്റെ കൊലയാളി ഡ്രോണുകൾ തയ്യാറായി നിൽക്കുന്നു. അമേരിക്കൻ മിസൈലുകൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും റോഡുകളും നിമിഷ നേരം കൊണ്ട് ചാമ്പലാക്കാനും തീഗോളം തീർത്ത് ചുട്ടരിക്കുവാനും തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. ഇറാഖ് അധിനിവേശത്തെ വെല്ലുന്ന അമേരിക്കയുടെ ഇപ്പോഴത്തെ സൈനിക വിന്യാസം നൽകുന്ന സൂചന ഏതു നിമിഷവും അമേരിക്കൻ സൈന്യം ഇറാനെ ആക്രമിക്കുമെന്ന് തന്നെയാണ്. അതേസമയം ഇറാനുമായിട്ടുള്ള ചർച്ചകളിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നു. യുദ്ധം ആഗ്രഹിക്കുന്നില്ല എങ്കിലും വേണ്ടി വന്നേക്കുമെന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്. ഇറാനുമായിട്ടുള്ള ചർച്ചകളിൽ സന്തുഷ്ടനല്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കൂടിയും വേണ്ടി വന്നേക്കുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ജനീവ സമാധാന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞതിന് പിന്നാലെയാണ് ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ അമേരിക്ക ദീർഘകാല യുദ്ധത്തിന് ഇല്ല എന്ന് US പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസും പറഞ്ഞു കഴിഞ്ഞു. തിങ്കളാഴ്ച മുതൽ വിയന്നയിൽ വീണ്ടും ചർച്ച നടക്കാൻ പോകുന്നു. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അടക്കം നാളെ ഇസ്രയേലിൽ എത്തുകയും ചെയ്യും. അങ്ങനെ ഇറാൻ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറയപ്പെടുമ്പോഴും യുദ്ധം അനിവാര്യതയാണ് എന്ന് പറയുകയാണ്. ഇതുവരെയുള്ള നയതന്ത്ര ചർച്ചകൾ തൃപ്തിയില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള തീരുമാനം വരാനിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് യുദ്ധം അനിവാര്യതയാണ്, യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്നാണ് ആ ബുദ്ധിമുട്ടുള്ള തീരുമാനം. ഇറാൻ ആണവശേഷി നിർത്തലാക്കണം, നയതന്ത്ര പരിഹാരത്തിനാണ് മുൻഗണന എന്നൊക്കെ ട്രംപ് പറയുമ്പോഴും അതേസമയം മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക ഒരു ദീർഘകാല യുദ്ധത്തിന് ഇല്ല എന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് അറിയിക്കുന്നതും എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല. ഇറാനെതിരെയുള്ള സൈനിക നടപടി പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനമാണ് എന്നും അദ്ദേഹം എന്ത് തീരുമാനമെടുക്കുമെന്ന് പറയാൻ കഴിയില്ല എന്നും വാൻസ് പറയുമ്പോൾ അത് എന്തിന്റെ ഒരു തുടക്കമാണ് എന്ന് ചിന്തിക്കുക. പശ്ചിമേഷ്യ അതീവ ജാഗ്രതയിലാണ്. ഇത് US-ഉം ഇറാനും തമ്മിലുള്ള വെല്ലുവിളികളെയും ഭീഷണികളെയും ഒക്കെ തുറന്നുകൊണ്ട് മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ വെല്ലുവിളികൾ കണക്കിലെടുത്ത് ജാഗ്രതയിലാണ് ഇസ്രായേലും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. അപ്പോൾ ഇസ്രായേലിലെ US എംബസിയിലെ ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും രാജ്യം വിടാൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ മുന്നറിയിപ്പുകൾ അതിനെ തുടർന്നുകൊണ്ട് മേഖലയിൽ യുദ്ധഭീതി നിലനിൽക്കുകയാണ്. അമേരിക്കൻ പൗരന്മാരോട് ഇസ്രായേലിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും അവിടെയുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. മേഖലയിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇറാനിലെ എംബസി ജീവനക്കാരെ താൽക്കാലികമായിട്ട് ഒഴിപ്പിച്ചതായിട്ട് ബ്രിട്ടൻ അറിയിക്കുകയും ചെയ്തു. എംബസി ഇപ്പോൾ പരിമിതമായാണ് പ്രവർത്തിക്കുന്നത് എന്നും അടിയന്തര ഘട്ടങ്ങളിൽ പോലും നേരിട്ടുള്ള കോൺസുലർ സഹായം ലഭ്യമാകില്ല എന്നും ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു. അതിനാൽ ബ്രിട്ടീഷ് പൗരന്മാരെ സഹായിക്കുവാനുള്ള തങ്ങളുടെ ശേഷി ഇപ്പോൾ പരിമിതമാണ് എന്നുകൂടി അവർ പറയുന്നുണ്ട്. ഇറാനെ ആക്രമിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കങ്ങൾ എന്നുള്ളത്. കൂടാതെ വലിയ സൈനിക വിന്യാസമാണ് അമേരിക്ക നിലവിൽ ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ സുരക്ഷാ ഭീഷണികൾ കണക്കിലെടുത്ത് അത്യാവശ്യ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്കും ഒപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ ഇസ്രായേൽ വിടാനുള്ള അനുമതി നൽകുന്നതായിട്ട് US എംബസി വെള്ളിയാഴ്ച, അതായത് കഴിഞ്ഞ ദിവസം അറിയിക്കുകയും ചെയ്തു. എംബസിയുടെ വെബ്സൈറ്റിൽ നിന്ന് അതിന്റെ അവർ നൽകിയിരിക്കുന്ന കുറിപ്പ് അതിൽ പറയുന്നത് സുരക്ഷാ അപകട സാധ്യതകൾ മുൻനിർത്തിക്കൊണ്ട് മിഷൻ ഇസ്രായേലിന് അത്യാവശ്യ വിഭാഗത്തിൽപ്പെടാത്ത US സർക്കാർ ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും രാജ്യം വിട്ടുപോകുവാൻ 2026 ഫെബ്രുവരി 27 സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അനുമതി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. വാണിജ്യ വിമാനങ്ങൾ ലഭ്യമായിരിക്കുമ്പോൾ തന്നെ ഇസ്രായേൽ വിട്ടുപോകുന്നതിനെ കുറിച്ച് ആളുകൾ ആലോചിക്കേണ്ടതാണ് എന്ന് കൂടി ആ റിപ്പോർട്ട് കൂട്ടിച്ചേർത്ത് പറയുന്നു. അതായത് രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് തന്നെ അത് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇനി അധിക ദിവസം നിങ്ങൾ അവിടെ നിൽക്കരുത് എന്നുള്ളതാണ്. US അംബാസഡർ ആയിട്ടുള്ള മൈക്ക് ഹക്കബസി എംബസി ഉദ്യോഗസ്ഥർക്ക് അയച്ച മെയിലിലൂടെയാണ് ഇത്തരത്തിലുള്ള കർശന നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇറാന് നേരെ ആക്രമണത്തിന് ഉത്തരവിട്ട ട്രംപ് അമേരിക്കയുമായിട്ട് കരാറിൽ ഏർപ്പെട്ടില്ല എങ്കിൽ വീണ്ടും സൈനിക നടപടി ഉണ്ടാകുമെന്ന് ടെഹ്റാനോട് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. അമേരിക്ക ഇടാൻ പോകുന്ന അല്ലെങ്കിൽ അമേരിക്ക വർഷിക്കാൻ പോകുന്ന മിസൈലുകൾ ഇറാനെ തകർത്ത് തരിപ്പണമാക്കുമെന്നുള്ള സൂചനകൾ കൂടി നൽകുകയാണ് ട്രംപ്. ഇവിടെ ഒരു കരാറിലെത്തണമെങ്കിൽ അമേരിക്ക തങ്ങളുടെ അമിതമായിട്ടുള്ള ആവശ്യങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ഇറാൻ പറയുമ്പോഴും യുദ്ധം ഒഴിവാക്കുവാനുള്ള അവസാനത്തെ ശ്രമം എന്ന നിലയിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ നടന്നു വരുന്ന ചർച്ചകൾ നൽകിയ ശുഭപ്രതീക്ഷയെ ഈ പ്രസ്താവന മങ്ങലേൽപ്പിച്ചുവെങ്കിലും ഇറാന്റെ ആണവ പരിപാടിയെ ചൊല്ലിയുള്ള തർക്കങ്ങളെ തുടർന്ന് ജനീവയിൽ അമേരിക്കൻ ഇറാൻ ഉദ്യോഗസ്ഥർ തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ ചർച്ചകൾ വൻ പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് യുദ്ധം അനിവാര്യതാണ്, യുദ്ധം തുടങ്ങാൻ പോകുന്നു എന്നുള്ളൊരു സൂചനയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കുക, ഇറാന്റെ ആണവ നിലയങ്ങൾ പൊളിച്ചു നീക്കുക തുടങ്ങി US മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വിഷയങ്ങളിൽ ഇരുവിഭാഗവും ഭിന്നത തുടരുന്നതിനാണ് പുതിയ ചർച്ചകളും കരാറില്ലാതെ അവസാനിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇറാനുമായിട്ടുള്ള സൈനിക സംഘർഷം ഒഴിവാക്കുവാൻ ലക്ഷ്യമിട്ടുള്ള നയതന്ത്ര പരിഹാരത്തിനായിട്ടുള്ള അവസാന ശ്രമത്തിലാണ് അമേരിക്ക.
ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന അമേരിക്കൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകനായിട്ടുള്ള ജാരഡ് കുഷ്ണറുമാണ്. ഫെബ്രുവരി 19 ഒരു കരാറിലെത്താൻ ട്രംപ് ഇറാന് 15 ദിവസത്തെ സമയം നൽകിയിരുന്നു. ചർച്ചകൾ തങ്ങളുടെ ആണവ പദ്ധതിയിൽ മാത്രം ഒതുങ്ങുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ളതാകണമെന്ന് ഇറാൻ നിർബന്ധം പിടിക്കുമ്പോൾ ഇറാന്റെ മിസൈൽ പദ്ധതികളും തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് അവർ നൽകുന്ന പിന്തുണയും ഒക്കെ വെട്ടിക്കുറയ്ക്കണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ സൈനിക വിന്യാസത്തിന്റെ ഭാഗമായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS ജെറാൾഡ് ആർ ഫോർഡ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തീരത്ത് എത്തുന്നു എന്നുള്ള പ്രതീക്ഷകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ബ്ലൂബർഗ് റിപ്പോർട്ട് അനുസരിച്ചിട്ടാണെങ്കിൽ ടാസ്ക് ഫോഴ്സ് സ്കോർപിയോൺ എന്ന പരീക്ഷണാടിസ്ഥാനത്തിലുള്ള US സൈനിക ഡ്രോൺ അതിന്റെ യൂണിറ്റിനെ വിന്യസിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക അനുമതി നൽകി കഴിഞ്ഞിരിക്കുന്നു. 2003 ഇറാഖ് അധിനിവേശത്തിന് ശേഷമുള്ള മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക വിന്യാസം അതിന് ട്രംപ് തയ്യാറെടുക്കുന്നു. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് മാരകമായിട്ടുള്ള ഡ്രോൺ യൂണിറ്റും ഡിസംബറിൽ അറേബ്യൻ ഗൾഫിൽ വിജയകരമായിട്ട് പരീക്ഷിച്ച കാമിക്കാസെ ഡ്രോണുകൾക്ക് ഒന്നിന് ഏകദേശം $35,000 വരെ വില വരുന്ന തരത്തിലുള്ള സാധനങ്ങൾ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇറാന്റെ ആണവ നിലയങ്ങൾ, റോഡ് ശൃംഖലകൾ, മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഡ്രോണുകൾ പ്രധാനമായിട്ടും ഉപയോഗിക്കാൻ പോകുന്നത് അമേരിക്ക. അരിസോണയിൽ നിർമ്മിക്കുന്ന ഈ ഡ്രോണുകൾ ആക്രമണങ്ങൾക്കും നിരീക്ഷണ പ്രവർത്തനങ്ങൾക്കും കടൽ മാർഗമുള്ള ആക്രമണങ്ങൾക്കും രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ്. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടു കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിക്കുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഈ അത്യാധുനിക ഡ്രോണുകൾ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതിൽ വലിയ ആശങ്ക ഉളവാക്കുന്നുണ്ട്. ഇവിടെ അത്യാധുനികമായുള്ള F-22 റാപ്റ്റർ യുദ്ധവിമാനങ്ങളെയും അമേരിക്ക ഇസ്രായേൽ സജ്ജമാക്കി നിർത്തിയിരിക്കുന്നു. നിലവിൽ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്ക് ഒരു ഡസനിലധികം യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ നിരത്തിൽ നിർത്തിയിട്ടുണ്ട്. USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ, 9 ഡിസ്ട്രോയറുകൾ, മറ്റ് 3 യുദ്ധക്കപ്പലുകൾ എന്നിവയാണ് അവിടെ അങ്ങനെ തമ്പടിച്ചു നിൽക്കുന്നത്. ഒരേ സമയം 2 വിമാനവാഹിനി കപ്പലുകൾ ഈ മേഖലയിൽ ഉണ്ടാകുന്നത് ഒരു അപൂർവമായിട്ടുള്ള സംഭവമാണ്. ആയിരക്കണക്കിന് നാവികരും ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങളും വഹിക്കുവാൻ ശേഷിയുള്ള പടക്കപ്പലുകളാണ് അവ എന്ന് പറയപ്പെടുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ ഒരു നിമിഷം കൊണ്ട് ഇറാൻ എന്ന് പറയപ്പെടുന്ന ചെറിയ രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആണവ സൈനിക വിന്യാസം ഏർപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ അമേരിക്ക. വരുന്ന മണിക്കൂറുകൾ എന്ന് പറയപ്പെടുന്ന യുദ്ധത്തിന് അലയൊലി കൂട്ടുന്നതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നടക്കുന്ന സമാധാന ചർച്ചകൾ കൂടി മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അത് കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മിസൈലുകൾ പാറിപ്പറന്ന് ഇറാന്റെ തീരഭൂമിയിലേക്ക് എത്തപ്പെടുകയും അവിടെ ചോരപ്പുഴ ഒഴുകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ഇവിടെ ആണവ ചർച്ചകളിലെ പുരോഗതി പങ്കുവെച്ചുകൊണ്ട് ഒമാൻ വിദേശകാര്യമന്ത്രി രംഗത്തെത്തിയിരിക്കുന്നു. അവരാണല്ലോ ഈ മധ്യസ്ഥത വഹിച്ചത്. അതായത് ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ധാരണ സാധ്യമാണ് എന്നും ഇറാൻ ബോംബ് നിർമ്മിക്കുകയില്ല എന്നതാണ് പ്രധാനമെന്നും ഇക്കാര്യം ഇറാൻ സമ്മതിച്ചത് വലിയ നേട്ടമാണ് എന്നൊക്കെ ഒമാന്റെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. കയ്യിലുള്ള യുറേനിയം ശേഖരം അത് ഇറാൻ ഉപേക്ഷിക്കുമെന്നും തിരികെ മാറ്റാൻ കഴിയാത്ത വിധം ഇന്ധനമാക്കി മാറ്റുകയാണ് ചെയ്യുക എന്നും പറയുന്നുണ്ട്. ആണവ ശേഖരം സംബന്ധിച്ചുകൊണ്ടുള്ള IAEAയുടെ നിരന്തര പരിശോധനയും ഇറാൻ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ചരിത്രത്തിൽ ചിലപ്പോൾ മുൻപൊന്നുമില്ലാത്ത വിധത്തിലുള്ള ഇത്തരത്തിലുള്ള ചില ധാരണകൾക്ക് ഇറാൻ സമ്മതിച്ചു എന്നതാണ് പ്രധാന മാധ്യമ രാഷ്ട്രമായിട്ടുള്ള ഒമാൻ അറിയിക്കുന്നത്. അമേരിക്ക ആക്രമണം നീട്ടിവെക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് അങ്ങനെ പ്രതീക്ഷിക്കുന്നതാണ് ഒമാൻ വിദേശകാര്യമന്ത്രിയുടെ മറുപടി. എങ്കിൽ കൂടിയും ഒരു കാര്യം വ്യക്തമാണ്, ഒരാഴ്ചക്കുള്ളിൽ തീരുമാനത്തിൽ എത്താനാകുമെന്ന് പറയപ്പെടുമ്പോഴും ആയുധമില്ലാതെ ഇതെങ്ങനെ പരിഹാരം കാണാമെന്ന് ഒമാൻ ചിന്തിക്കുമ്പോഴും ആയുധമില്ലാതെയോ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഒരു തീരുമാനം ഉണ്ടാകില്ല എന്നും ഇറാന്റെ ആണവ നിലയങ്ങളിലടക്കം തീഗോളം തീർത്ത് ട്രംപിന്റെ മിസൈലുകൾ ചീറിപ്പായാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്നും യുദ്ധത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ കൊലയാളി ഡ്രോണുകൾ പറന്നുയരുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കുള്ളിൽ തീഗോളം തീർത്തുകൊണ്ടും ചുട്ടരിച്ചുകൊണ്ടും ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന് മണിക്കൂറുകൾ മാത്രമേ ഉണ്ടാകൂ എന്നുള്ള കാര്യത്തിലും സംശയമില്ല.